UGC നെറ്റ് പേപ്പർ 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്ന് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട എന്നാൽ എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ സമയം ഒരുപാട് എടുക്കുന്ന ടോപ്പിക്കുകളിലൊന്നാണ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് നമുക്ക് ടൈം ഒരുപാട് എടുക്കുക UGC നെറ്റ് എക്സാമിൻ്റെ സമയത്ത്. അതിലൊന്നാണ് റീഡിങ് കോംപ്രഹെൻഷൻ. ഒരു വലിയ പാരഗ്രാഫ് നമുക്ക് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാൻ പറയുന്ന ഒരു ഭാഗമാണ് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ ഭാഗം. അതിന് നിങ്ങൾ റെഗുലറായിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളോ പത്രങ്ങളോ സ്ഥിരമായിട്ട് വായിച്ചാൽ മാത്രമേ റീഡിങ് കോംപ്രഹെൻഷൻ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 5 ചോദ്യങ്ങൾ 10 മാർക്കിന് റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് വരാറുണ്ട്. അടുത്താണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, DI ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതും 5 ചോദ്യങ്ങൾ 10 മാർക്കിന് സ്ഥിരമായിട്ട് വരാറുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നീട് വരുന്ന മറ്റൊരു ഭാഗമാണ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതിൽ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന, പല ആളുകൾക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഇന്ന് എടുത്ത് പഠിച്ചത്. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു 8 അല്ലെങ്കിൽ 9 ചോദ്യങ്ങളുണ്ട്, രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, ഇതിൽ ടിപ്സ് ആയിട്ട് നമുക്ക് പറയാൻ, ഓരോ ചോദ്യത്തിനും ഓരോ രീതിയാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക്, ഓപ്ഷനിലേക്ക് നോക്കിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ്. പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് 1/4 ആൻഡ് 2/4? 1/4 പ്ലസ് 2/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ടോട്ടൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഉണ്ട്: 1/4, 1/2, 3/4, 4/4. ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് വളരെ സിമ്പിളാണ്. ഈ താഴെയുള്ള നമ്പർ ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള നമ്പറിന് അതുപോലെ എഴുതാം. മുകളിലുള്ള നമ്പർ ടോട്ടൽ ചെയ്താൽ മതി. 1 + 2 3 ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്. 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, UGC നെറ്റിന് വരുന്ന എക്സാമൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. വലിയ ചോദ്യങ്ങളൊന്നും വരാറില്ല. ഒന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. അങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. 2 എണ്ണം ടോട്ടൽ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ടോട്ടൽ ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഈ രീതി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വർക്കായിട്ട് തരാം. മറ്റൊരു രീതി, സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു രീതിയാണെന്ത്, രണ്ടാമത്തെ ചോദ്യം കുറയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ കൂട്ടുകയാണെങ്കിൽ പറഞ്ഞല്ലോ, ഇവിടെ 2 കൂടി 3/8 നിന്ന് 5/8 കുറയ്ക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 3/8 മൈനസ് 5/8. ഇവിടെ നമുക്ക് മനസ്സിലായി, ഇത് ഒക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയ ചോദ്യമാണ്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഖ്യകൾ വരാൻ സാധ്യതയില്ല, വലിയ സംഖ്യകൾ വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത വാല്യൂ ഉള്ള സംഖ്യകൾ വരാൻ സാധ്യതയില്ല. ചില സമയത്ത് ഇങ്ങനെ വരും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ പറയാം. നമുക്ക് അടിയിലുള്ള വാല്യൂസ് സെയിം ആണല്ലോ, അപ്പോൾ നമുക്ക് 8 താഴെ അതേപോലെ എടുത്തിടാം. പിന്നെ 3 - 5, 3 - 5 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2/8 എന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, 2/8 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടോ?
ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? 1/8, 1/4, 3/8, 1/3. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 1/8 2/8 എന്ന് പറഞ്ഞ ആൻസർ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനൊന്ന് ശരിക്കും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചെറുതാക്കാൻ പറ്റും. 1/8 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 8ൻ്റെ പകുതി 4ആണ്, 2ൻ്റെ പകുതി 1ആണ്. അപ്പോൾ 1/4 എന്ന ആൻസർ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ചില സമയങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം എടുക്കാം. മൈനസ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു ചോദ്യം വന്നു എന്ന് കരുതാം. 4 2/4 മൈനസ് 6/8 ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്ന് കരുതാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ, താഴെയുള്ള സംഖ്യകൾ രണ്ടും 2 സംഖ്യകളാണല്ലോ. ഒന്ന് 4ഉം ഒന്ന് 2ഉമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് മൈനസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിനേക്കാളും എളുപ്പമുള്ള രീതി 2 സംഖ്യയും കോമൺ ആക്കുക. ഇപ്പോൾ ഇവിടെ 8 ആണല്ലോ ഉള്ളത്. അപ്പോൾ 8 ഇവിടെയും 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 4 2 8, 2 2 4. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2 × 2 നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 4 കിട്ടി. 2 × 4 കൂട്ടിയപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ താഴെയുള്ള വാല്യൂ ഈക്വലായി, -6/8 കിട്ടി. ഇതെങ്ങനെ ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? ഇത് വളരെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചിലപ്പോൾ 2 ഭിന്നസംഖ്യയും വ്യത്യാസം ഉണ്ടായിരിക്കും. 2/4 -6/8 വരുന്ന സമയത്ത് താഴെയുള്ള സംഖ്യ രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഈ വാല്യൂവിലേക്ക്, കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം. 6 ഉള്ളത് നമുക്ക് 3 ആക്കാം. 6/2. അപ്പോൾ നമുക്ക് 3 കിട്ടും. ഇവിടെ 8/2 4 കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 8ലേക്ക് മാറ്റിയെന്ന് കരുതാം സൗകര്യത്തിന്. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 6 - 4 എത്രയാണ്? 2. താഴെയുള്ള വാല്യൂ 8. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലായിട്ട് ഒന്നുകൂടി ചെറുതാക്കാം. 1/4. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഈ വാല്യൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഇക്വലൻ്റ് ടു. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 1/2ൻ്റെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എത്രയെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 2/3, 3/4, 4/8, 5/9. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇരട്ടിയാക്കി നോക്കിയാൽ 2 ഉള്ളത് 4, 1 ഉള്ളത് 2. ഓക്കെ, 2/3 ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ ഇതിൻ്റെ ഇരട്ടിയാക്കി നോക്കുക. 4 ഉള്ളത് 8 ആക്കി, 2 ഉള്ളത് 4 ആക്കി നോക്കി. അപ്പോൾ ഇതാ ആൻസർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾസ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം വാല്യൂസ് കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇത് കൺഫ്യൂഷൻ ആക്കുന്നൊരു ഭാഗം തന്നെയാണ്. പക്ഷേ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഈ ടോപ്പിക്ക്. ഇനി മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിലാർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ചോദ്യത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? അപ്പോൾ തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് മറ്റൊരു തരത്തിലുള്ള ഫ്രാക്ഷനാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 2/1/3 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇതിനെ നോർമൽ ഭിന്നസംഖ്യയിലേക്ക്, ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് കരുതാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒന്നുകൂടെ എഴുതാം.
ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക. 2/1/3 നമുക്ക് എന്ത് ചെയ്യണം, ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക്, നോർമൽ ഭിന്നസംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 വാല്യൂവിനെ എന്ത് ചെയ്യാം, 2ഉം 3ഉം ഇൻറ്റു ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനോട് ഈ സംഖ്യ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2/1/3. അപ്പോൾ ഇതിന് 2 × 3 എത്ര, 2 × 3 6, 2 × 3 + 1. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ 2 × 3 6 + 1 7. അപ്പോൾ നമുക്ക് എന്നിട്ട് 7 കിട്ടി. 7നെ മുകളിൽ എഴുതിയിട്ട് 7/3. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, വളരെ എളുപ്പമാണ്, പക്ഷേ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ചില സമയത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ തരും, 2/1/3 നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താഴെ ഈ സംഖ്യയും പുറത്തുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയും തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയാണ് കേട്ടോ. ഇതിനെന്ത് ചെയ്യാം, എന്നിട്ട് മുകളിലുള്ള സംഖ്യ അതിനോട് ആഡ് ചെയ്യാം. അപ്പോൾ 2 × 3 ചെയ്യുക +1 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് നോക്കുക. 2 × 3 6 + 1 7 നമുക്ക് കിട്ടി. ഈ 7നെ മുകളിൽ എഴുതുകയും താഴെയുള്ള വാല്യൂ നമുക്ക് എത്രയാണ് ആദ്യം കിട്ടിയ വാല്യൂ 3 അല്ലേ, താഴെയുള്ള വാല്യൂ 3, 2/3. അപ്പോൾ നമ്മൾ 3നെ ഇവിടെ 7ആണ്, 7നെ നമ്മൾ മുകളിൽ എഴുതുകയും താഴെ 3 എന്ന വാല്യൂ എഴുതുകയും ചെയ്യാം. ഇതിനെയാണ് എന്താ പറയുക, നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണ എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ, ഇത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. നമുക്ക് മറ്റൊരു ടോപ്പിക് എടുത്ത് നോക്കാം. ഓക്കെ, 2/3/5 ഇതിനെ നോർമൽ ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നോർമൽ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യൽ, ആദ്യം ഈ സംഖ്യയും താഴെയുള്ള സംഖ്യയും തമ്മിൽ എന്ത് ചെയ്യണം, ഗുണിക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഗുണിച്ച സംഖ്യയുമായി മുകളിലുള്ള സംഖ്യയെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 5 × 2 പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 5 പിന്നെ +3. ഓക്കെ, +3. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. നമുക്ക് ഒന്ന് നോക്കാം. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 × 2 10 +3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 13 കിട്ടി. ഈ 13 എന്ന് പറഞ്ഞ വാല്യൂ എവിടെയാണ് നമ്മൾ എഴുതുക, ആരാ പറയുക, 13 എന്ന് പറഞ്ഞ വാല്യൂ താഴെയാണോ മുകളിലാണോ എഴുതുക, ആരെങ്കിലും ഒരാൾ പറയൂ. യെസ് 13 നമ്മൾ മുകളിൽ എഴുതും. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് മുകളിൽ താഴെ എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഇനി പിന്നെ നമുക്ക് താഴെ എത്ര വാല്യൂ വരിക, ഗോപിക? 5 വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതാം. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ.